ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ആറന്മുള വള്ളസദ്യ കഴിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് ഈ കാണുന്നത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാരണം അത് കണ്ടിട്ട് ഇത് കാണാനായിരിക്കും ഭംഗി. കാരണം ആ ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട അമ്പലത്തിന് നടക്കുന്ന ചടങ്ങുകളും എല്ലാം നമ്മൾ രാവിലെ തൊട്ട്, അതായത് വെളുപ്പിന് 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 7 മണി തൊട്ടുള്ള എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതെല്ലാം നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. ശേഷം നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ തെക്കേമുറിക്കിഴക്ക് പള്ളിയോടത്തിലാണ് നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോണത്. ആ ഒരു പള്ളിയോടം കരയിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനിയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. കാരണം എന്താ പറയുക, വള്ളപ്പാട്ടുകളൊക്കെ പാടിയാണ് ഈ അമ്പലത്തിലേക്ക് ഈ പള്ളിയോടം പോണത്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. സരസ്വതി ആ കാണുന്ന കരയിൽ നിന്നാണ് നമ്മുടെ പള്ളിയോടം സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഈ തെക്കേമുറിക്കിഴക്ക് പള്ളിയോടം സ്റ്റാർട്ട് ചെയ്തത് ശേഷം അമ്പലത്തിൻ്റെ ദിശയിലേക്ക് അത് തിരിച്ച് അമ്പലത്തിൻ്റെ ദിശയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് നിങ്ങൾ കേട്ട് ഭയങ്കര ഒരു അതിമനോഹര ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ വള്ളപ്പാട്ടൊക്കെ പാടി പള്ളിയോടത്തിൽ അമ്പലത്തിലേക്ക് പോകുന്നത്. അത് നിങ്ങളൊന്ന് കുറച്ച് കാണും. കാരണം അത് കുറച്ച് നേരം നിങ്ങൾ കേട്ടാൽ അതിൻ്റെ ഒരു ഫീല്, കാരണം ഇതിൽ കയറാത്തവർ അല്ലെങ്കിൽ ഇത് നേരിട്ട് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയണത്. വല്ലാത്തൊരു ഫീലാണ്. ഇത് ഞങ്ങൾക്ക് സെക്കൻഡ് ടൈമാണ് ലൈഫിൽ, രണ്ടാമത്തെ തവണയും കയറാൻ സാധിച്ചു. വിനുമോഹൻ സാർ അങ്ങനെ ഒരു പാസ്സൊക്കെ റെഡിയാക്കി തന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ഈസിയായി. വിനുമോഹൻ സാർ അവിടെ ഉള്ളതുകൊണ്ടും പിന്നെ ഇവരെല്ലാവരും ഈ തെക്കേമുറിക്കിഴക്ക് പള്ളിയോടത്തിൽ എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു. അതിലെല്ലാവർക്കും നന്ദി പറയണതാണ് ഈ കൂട്ടത്തിൽ. എന്തായാലും അതൊന്ന് നിങ്ങൾ ആദ്യം കാണും. ശേഷം നമുക്ക് മറ്റൊരു വിശേഷങ്ങൾ പറയാം. ഈ കാണുന്ന കാര്യമാണ് നമ്മൾ ആദ്യം പള്ളിയോടം തപ്പി വേറെ സ്ഥലത്ത് പോയില്ല, അടുത്ത വിഷയം കാണിച്ചിരുന്നു. ആ കാര്യമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കുറച്ച് നേരം ഇത് പാട്ടൊക്കെ കേട്ടതിന് ശേഷം. നമുക്ക് ഈ അമ്പലത്തിലേക്കാണ് കേട്ടോ കയറേണ്ടത്. പക്ഷേ എന്താണ്, നമ്മുടെ പള്ളിയോടം അപ്പുറത്ത് കൊണ്ടുപോയി വളച്ചിട്ടാണ് അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇതുണ്ട് ഒരു പള്ളിയോടം അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകണ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഈ പറഞ്ഞ നമ്മുടെ സുനിൽകുമാർ ചേട്ടൻ, അദ്ദേഹമാണ് വഴിപാടാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടാവും. ആ ഒരു കാഴ്ചയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് നമ്മളൊന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തേണ്ടതായിരുന്നു. അത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. കാരണം അവരിന്ന് നമുക്ക് മുഴുവൻ കാര്യങ്ങൾ അറിയില്ലായിരുന്നല്ലോ. എന്തായാലും അവരെ കാണിക്കുന്നുണ്ട്. ഒന്ന് വീഡിയോയിലും കൂടി ഒന്ന് പരിചയപ്പെടുത്തേണ്ടതായിരുന്നു, അതിന് സാധിച്ചില്ല, ക്ഷമിക്കണം അവർ കാണുന്നുണ്ടെങ്കിൽ. അതുപോലെ ഇപ്പോൾ പള്ളിയോടം വളച്ച് ഇനി അമ്പലത്തിലേക്ക് കയറാൻ പോണ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Marjuna
സാരഥിയായോനേ നരനാമർജുനനു സാരഥിയായോനേ ഓ ദൈവം അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മളെ സ്വീകരിച്ച് അണയിച്ച് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞില്ല സുനിൽകുമാർ ചേട്ടൻ്റെ ഫാമിലിയാണ്. ആ ഒരു വിഷയമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അത് നമ്മുടെ പള്ളിയോടെ അമ്പലത്തിൻ്റെ അവിടെ അടുക്കണയാണ്. വേറെ 2 പള്ളിയോടം വന്ന് നടക്കുന്നുണ്ട്. ഇന്ന് 8 പള്ളിയോടങ്ങൾ വരുമെന്ന് അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി നമ്മൾ അമ്പലത്തിലേക്ക് സ്വീകരിച്ച് അണയിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ്. അത് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചു തരുന്നത്. ഇത് നോക്കി എന്തോരം ഭക്തജനങ്ങളാണ് അവിടെ കാത്തു നിൽക്കണമെന്ന് നോക്കി ഈ ഒരു കാഴ്ച കാണാനും ആ ഒരു ഇതിൽ പങ്കെടുക്കാനുമായിട്ട് കണ്ട ആ ഒരു വിഷയം കൂടി നിങ്ങളെ കാണിച്ചു തന്നെയാണ്. ഇത്രയധികം ആൾക്കാർ ഞങ്ങൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതാണ് 1 ലക്ഷം 1.5 ലക്ഷം ആൾക്കാരെന്തോ അവർക്കുള്ള സദ്യ വരെയുള്ള ഒരു ദിവസമായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നായിരുന്നു. അന്ന് ഒരു നിൽക്കാനും നടക്കാനും സ്ഥലം ഉണ്ടായില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട്, അത്രയും തിരക്കില്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് അത്രയും കുറച്ചുകൂടി ഭംഗിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ സാധിച്ചു. ഈ വിഷയം ജസ്റ്റ് കാണിക്കണം എന്നുള്ളത്. അതായത് ഇതുണ്ട്, നമ്മൾ നിന്ന ഒരു ഏരിയ ഇത്തിരി നിരപ്പുണ്ടായിരുന്നു. ബാക്കി സ്ഥലം ബാക്കി മുഴുവൻ ഇതേപോലെയാണ് പലകൾ ഇട്ടേക്കണം ഈ പള്ളിയോടത്തിനുള്ളിൽ. അപ്പോൾ ഇതിൻ്റെ മേളിലൂടെ നടന്ന് വേണം പോകാൻ. അപ്പോൾ ഒരു ബാലൻസ് ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ നനവും കൂടി വന്നേക്കണ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴാൻ സാധ്യതയും കൂടി ഉണ്ടല്ലോ. പിന്നെ അടുത്ത പള്ളിയോടത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നത്, കോമ്പൗണ്ടിലേക്ക്. ഇത് നമ്മൾ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആ സുനിൽകുമാറിൻ്റെ ഫാമിലി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ആ കാഴ്ചകളെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അഴിമകളും ഒന്നിച്ച് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കാണണമെന്ന് ആദ്യമേ പറഞ്ഞതാണ്. അതിനകത്ത് കണ്ട മനസ്സിലാകും. രാവിലെ തന്നെ ഈ വഴിപാട് നടന്നത് രാവിലെ തന്നെ ആറന്മുള ക്ഷേത്രത്തിലെത്തി ഈ വഴിപാട് ഭഗവാനും ഒരെണ്ണം പള്ളിയോടത്തിനും ആയിട്ട് ഓരോ പറവീതം നിറയ്ക്കും. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ കയറി അവർ വെള്ളത്തിനുള്ള പൂമാലയും തുളസിമാലയും അകത്ത് കൊടുത്ത് പൂജിച്ച് പ്രസാദം വാങ്ങി ആ മാലയും പ്രസാദവും ഏത് പള്ളിയോടത്തിനാണോ ആ വെള്ളസദ്യ നടന്നിരിക്കുന്നത് ആ പള്ളിയോടത്തിൻ്റെ കരയിലെത്തി. ആ പള്ളിയോടത്തിൻ്റെ കരയിലെത്തിയിട്ട് അവർക്ക് കൊടുത്തിട്ട് ആ മാല പള്ളിയോടത്തിൽ ചാർത്തിയതിന് ശേഷം അവർ വെള്ളസദ്യക്ക് പുറപ്പെടുകയുള്ളൂ. ശേഷമേ വെള്ളസദ്യക്ക് പുറപ്പെടുകയുള്ളൂ. അവിടെ നിന്ന് എന്താണ് പറയുക, പള്ളിയോടം എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു സമയത്ത്, അതായത് ആ പള്ളിയോടം എടുക്കുന്ന സമയത്ത് ഒരു വെട്ടുപുകലയും
ഒരു നാണയവും കൂടി ദക്ഷിണ കൊടുത്തതിന് ശേഷമാണ് അവരവിടെ നിന്ന് ഈ കരയിൽ നിന്നും ഈ വള്ളസദ്യക്കായിട്ട് ഈ ആറന്മുള ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള 52 കരകളും 52 പള്ളിയോടങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏതെങ്കിലും ഈ വഴിപാട് നേർന്നത് എന്തിനും ആവാം, പല കാര്യങ്ങൾക്കാവാം. ഇപ്പോൾ ഒരു വീട് വെച്ച് കിട്ടാനാവാം, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത, അങ്ങനെ പല കാര്യങ്ങൾക്കാവാം. അപ്പോൾ അത് സാധിച്ചവരും അല്ലെങ്കിൽ സാധിക്കാൻ വേണ്ടിയും വഴിപാട് നേർന്നവരുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഈ 52 പള്ളിയോടങ്ങളിൽ ഏതെങ്കിലും ഒരു പള്ളിയോടത്തിന് ക്ഷണിക്കുകയും പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഈ പറഞ്ഞ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്താണ് ബന്ധുക്കൾ അവരെയൊക്കെ ക്ഷണിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പരിപാടി നടത്തുന്നത് എല്ലാവരും ക്ഷണിക്കുക. അങ്ങനെയാണ് ഈ ഒരു വള്ളസദ്യ നടക്കുന്നത്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 52 കരകൾ 52 പള്ളിയോടങ്ങൾ, അതിൽ ഒരു പള്ളിയോടത്തെയാണ് ക്ഷണിക്കുന്നത് ഈ വഴിപാട് നേർന്നവർ. ഇതിന് എന്താണ് ഇവരുടെ എല്ലാവരും ഒരു കൂട്ടായ്മയാണ് പള്ളിയോട സേവാ സംഘം എന്ന് പറയുന്നത്. അതുപോലെ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടി ചേർന്നിട്ടാണ് ഈ വെള്ളസദ്യയും അതുപോലെ വള്ളംകളിയും മറ്റും നടത്തുന്നത്. അതുപോലെ ഈ വെള്ളസദ്യ എല്ലാവരും അങ്ങനെ ആർക്ക് വേണമെങ്കിലും സദ്യ നടത്താമെന്നല്ല, ഇത് നമ്മുടെ പള്ളിയോട സേവാ സംഘം അംഗീകരിച്ചിരിക്കുന്ന 8, 10 അല്ലെങ്കിൽ ഒരു 12 സദ്യ കോൺട്രാക്ടർമാരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ വെള്ളസദ്യ അവിടെ തയ്യാറാക്കുന്നതും മറ്റും. അതിലേക്ക് ഞാൻ വരാം, ഇങ്ങനെ കാണിച്ചു തരാം അതിൻ്റെ വിഷയങ്ങളെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പള്ളിയോടം കരയിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ വെറ്റുപുകളെയും ഈ പറഞ്ഞ ദക്ഷിണയും കൊടുത്തിട്ടാണ് അവിടുന്ന് പള്ളിയോട അമ്പലത്തിലേക്ക് വെള്ളസദ്യക്കായിട്ട് പുറപ്പെടുന്നതെന്ന് പറഞ്ഞ് ശേഷം പിന്നെ നിങ്ങൾ വിഷ്വൽ കണ്ടായിരുന്നു പമ്പയാറ്റിലൂടെ പാട്ട് പാടി തുഴഞ്ഞ് ആണ് നമ്മൾ ഈ ആറന്മുള ക്ഷേത്രത്തിൻ്റെ മധുകടവിൽ എത്തുന്നത്. ആ ടൈമിലും ആ മധുകടവിൽ എത്തുമ്പോൾ ആ നേരവും വെറ്റുപുകളെയും ദക്ഷിണയും വെച്ചിട്ടാണ് ഈ കരക്കാരെ സ്വീകരിച്ച് അമ്പലത്തിലേക്ക് ഈ വഴിപാട് നടന്നവർ കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ ഈ വരുന്ന ഈ കരക്കാരുടെ കൂട്ടത്തിൽ ഭഗവാനുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഇവർ ബഹുമാന പുരസ്സരം സ്വീകരിച്ച് കൊണ്ടുവരുന്നത്. ശേഷം വഞ്ചിപ്പാട്ടൊക്കെ പാടി ക്ഷേത്രത്തിന് വലം വെച്ച് കൊടിമരച്ചുവട്ടിൽ പറ സമർപ്പിച്ചിരിക്കുന്നിടത്ത് വന്നിട്ട് വെള്ളത്തിലെ എന്താണ് നയമ്പ് എന്ന് പറഞ്ഞാൽ തുഴയണ ഇതിനെയാണ് പറയണത് അവർ നയമ്പ് എന്ന് പറയണത്. അതുപോലെ അലിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ വർണ്ണക്കുടകളില്ലേ, അതിനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലിക്കെട്ടൊക്കെ അവിടെ വെച്ചതിന് ശേഷം വെള്ളപ്പാട്ട് പാടി അവർ ഭഗവാനെ സ്തുതിക്കും. അതിനുശേഷമാണ് വെള്ളസദ്യ സ്വീകരിക്കാനായി പന്തലിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആ വിഷയം കണ്ടിട്ട് ബാക്കി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ശേഷം നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ആ ഒരു പന്തലിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ കാണുന്ന ഭഗവാന് വേണ്ടി ഒരു നിലവിളക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ടാവും. അതുപോലെ തൊട്ടടുത്ത് തന്നെ ഒരു ഇലയിൽ വിഭവങ്ങളെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടാവും. പിന്നെ വെള്ളത്തിൽ വന്നവരെല്ലാവരും എത്തുകയറിയെന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നെ ക്ഷണിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം ആ പന്തലിലേക്ക് ക്ഷണിക്കുകയും ഒപ്പം പന്തലിലെ ആളുകളെല്ലാവരും എത്തിക്കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയാൽ പള്ളിയോടത്തിലെത്തിയവരെല്ലാവരും കൂടി ഭൗതികസ്തുതികൾ ആലപിക്കുകയും പിന്നെ ഈ ആലപിക്കുന്നതിനൊപ്പം തന്നെ ഭഗവാൻ വെച്ചിരിക്കുന്ന നിലവിളക്ക് കത്തിക്കുകയും ഒപ്പം ഭഗവാന് വിളമ്പുന്നതിന് വേണ്ടി പാട്ട് പാടി അവർ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ വഴിപാട് നടത്തുന്ന ആൾക്കാർ ആ വിളക്ക് കത്തിച്ചതിന് ശേഷം ആ ഇലയിൽ ചോറ് വിളമ്പുകയും അതായത് ആ ഇലയിൽ മിക്ക വിഭവങ്ങളും ഓൾറെഡി വിളമ്പിയിട്ടുണ്ടാവും. അതിൻ്റെ താഴെ വിളമ്പാനുള്ള ചോറും പരിപ്പും നെയ്യും പായസമായിരിക്കും. അത് ആ വഴിപാട് നേർന്നവർ വിളമ്പും. ശേഷം പാട്ട് സ്ലോഗങ്ങളും പാടി ഓരോ കറികളും മറ്റും ആവശ്യപ്പെടും. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ്, കാണിച്ചു തരാൻ പുറകെ വരുന്നുണ്ട്. പിന്നെ സദ്യയുടെ അവസാനത്തിൽ എന്താണ് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനും മറ്റു കാര്യങ്ങളും നടക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ട് പാടി നന്ദി അർപ്പിക്കുന്നൊരു കാഴ്ചയും കൂടിയുണ്ട്. അതും ഇതിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരും സദ്യ കഴിച്ചതിന് ശേഷം മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സദ്യ കൊടുത്തതിന് ശേഷമാണ് വഴിപാടുകാരും കുടുംബാംഗങ്ങളും സദ്യ കഴിക്കുന്നത്. ശേഷം ഈ കൊടിമരച്ചോട്ടിൽ പറ സമർപ്പിച്ചേക്കണ അങ്ങോട്ട് എത്തിച്ചേരുകയും അത് സമർപ്പണമാണുള്ളത്. അത് വീണ്ടും ഭഗവാന് സ്തുതികൾ ആലപിച്ചുകൊണ്ട് പള്ളിയോടത്തിലെത്തുന്നവർ ആ പറ ഭഗവാന് സമർപ്പിക്കുകയും അതിൻ്റെ പ്രസാദം വഴിപാടുകാരന് കൊടുക്കുകയും വഴിപാടുകാരൻ്റെ സർവ്വകാര്യങ്ങൾ നടക്കുന്നതിനായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വഞ്ചിപ്പാട്ട് പാടി
വഴിപാടുകാർ നൽകുന്ന ദക്ഷിണയും വാങ്ങി ആ പറ തെളിച്ചതിൻ്റെ പ്രസാദവും നൽകി തിരികെ അഷ്ടമംഗല്യം കൊടുത്ത്, അതായത് താലപ്പൊലിയും വാദ്യമേളങ്ങളും ഇല്ലാതെ തിരികെ നമ്മുടെ ഈ ആറന്മുള അമ്പലത്തിൻ്റെ മധുകടവിലേക്ക് തിരിച്ച് നമ്മളവിടെ പള്ളിയോടത്തിലേക്ക് കയറാൻ വേണ്ടി എത്തിക്കുന്നതാണ്. ആ ഒരു കാഴ്ചയൊക്കെ പുറകെ വരും കാണിച്ചത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വെള്ളസദ്യയിലെ വിഭവങ്ങൾ മൊത്തം 69 വിഭവങ്ങളുണ്ട്. അതിൽ എത്രയാണ് 25 എണ്ണം ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോൾ കൊടുക്കുന്നതാണ്. ബാക്കി 44 അല്ലാണ്ടും ഉണ്ട്. അതും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ 4 തരം പായസം ഞങ്ങൾ കഴിക്കേണ്ടതാണ്. അതിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ. കാരണം ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണം, ഫുഡും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മുഴുവൻ എടുക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങളെ കാണിച്ചിരുന്നു, പക്ഷേ അവിടെ വിളമ്പി വെച്ചേക്കുന്നതും മറ്റേയൊക്കെ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുക.
മോനെ അത് മേടിച്ചേ. വീട്ടുകാർക്കാണ് അവിടെ ഇട്ടിരിക്കുന്നത്, വീട്ടുകാർക്ക് അവിടെ വിൻസാറേ, നമ്മളിപ്പോൾ അവിടെ നിന്ന് പള്ളിയോടത്തിൽ വന്ന് ഇപ്പോൾ ഒരു സദ്യ കഴിച്ചു, അല്ലെ പാട്ട് പാടി കറിയൊക്കെ ചോദിച്ച് സദ്യ കഴിച്ചു. ശേഷം പള്ളിയോടത്തിൽ വന്നതിന് ശേഷം നമ്മളെ സ്വീകരിച്ച് ഇങ്ങനെ ആനയിച്ചു കൊണ്ടുവന്നത് ഈ വഴിപാട് നേർന്നവരാണ്. ശേഷം ഇപ്പോൾ സദ്യയും കഴിച്ചു കഴിഞ്ഞ് ഇനി എന്താണ് നടക്കാൻ പോണത്? രാവിലെ ഭഗവാന് സമർപ്പിച്ച ഒരു പറയിട്ടായിരുന്നു വഴിപാടുകാർ. ഈ പറ വഴിപാടുകാർ നൽകിയ പറ വള്ളക്കാർ സ്വീകരിച്ച് ഭഗവാന് കൊടുക്കുന്ന സമർപ്പണം നൽകുന്ന ചടങ്ങാണ്. ഇനി രാവിലെ പറ ഭഗവാന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. അതെ, വഞ്ചിപ്പാട്ട് പാടി സമർപ്പിച്ച് അതിൻ്റെ ആ പ്രസാദം വഴിപാടുകാർക്ക് കൊടുത്ത് വഴിപാടുകാരിൽ നിന്നും ഈ പള്ളിയോടത്തിന് ദക്ഷിണ നൽകി അവരെ തിരികെ യാത്രയാക്കുകയാണ്. തിരികെ അഷ്ടമംഗല്യവും വിളക്കുമായി തിരികെ പള്ളിയോടത്തിലേക്ക് യാത്രയാക്കി സ്വീകരിച്ച പോലെ തന്നെ മധുക്കടവിലെത്തി തിരികെ യാത്രയാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ചടങ്ങ് ഫിനിഷ് ആവുകയാണ്. ഇനി അതാണ് നടക്കാൻ അത് നമുക്ക് നേരിട്ട് കാണാം.
ഈ കാണുന്ന ക്ഷേത്രം ആണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. കണ്ടു പിന്നെ കളിക്കുന്ന വാഹനവും കണ്ടു പിന്നെ കണ്ണനുണ്ണി കളിക്കുന്ന വാഹനവും കണ്ടു പിന്നെ അങ്ങനെ നമ്മുടെ ആറന്മുള വെള്ളസദ്യയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം തിരിച്ച് നമ്മുടെ ആറന്മുള അമ്പലത്തിൻ്റെ മധുകടവിലേക്ക് തിരിച്ച് വഴിപാട് നേർന്ന ആ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തിരിച്ച് പള്ളിയോടത്തിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി അവർ വന്നിരിക്കുകയാണ്. നമ്മുടെ പള്ളിയോടമാണ് ഇതേ പോകുന്നത് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ കയറിയില്ലായിരുന്നു, കാരണം ഈ വിഷയം എടുക്കണമായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള കാഴ്ചകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ. പ്രിയേ